ഹലോ വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ 40ാമത്തെ ദിവസമാണ് അല്ലേ, 40ാമത്തെ ദിവസമാണ്. 50 ദിവസത്തിൻ്റെ സ്റ്റഡി പ്ലാൻ്റെ 40ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ ഇനി നമ്മളുടെ ഇന്നത്തോട് കൂടിയിട്ട് നമ്മളുടെ സൈക്കോളജി കംപ്ലീറ്റ് ആവും കേട്ടോ. സൈക്കോളജി ബോധനശാസ്ത്രം ഫുൾ കംപ്ലീറ്റ് ആയി. പിന്നെ ജോഗ്രഫിയിൽ ഇനി ഒരു 2 ദിവസത്തിനും കൂടിയുള്ള കുറച്ച് ടോപ്പിക്കും കൂടി ഉണ്ട്. അത് 2 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ കഴിയും. പിന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇനി വരുന്നത് വൊക്കാബുലറി അതുപോലെ തന്നെ ബോധനശാസ്ത്രമാണ് വരുന്നത്. നമുക്കൊരു 2-3 ദിവസം കൊണ്ട് അതും തീർക്കാൻ പറ്റും. ഒരു 45 ദിവസം കൊണ്ട് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കാം, നമുക്ക് ഉപദ്വീപീയ നദികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മഴകളിൽ നിന്നാണ്. ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായും മഴ ലഭിക്കുന്നത് മൺസൂൺ മഴകളിൽ നിന്നാണ്. പ്രധാന ഉപദ്വീപീയ നദികൾ നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി, സബർമതി, മാഹി. കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളുടെ പതനസ്ഥാനം അറബിക്കടലാണ്. കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ. നർമ്മദയാണ് ഫസ്റ്റ് നോക്കുന്നത്. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം മധ്യപ്രദേശിലെ അമർകാണ്ടക് പീഠഭൂമിയിലെ മൈക്കല നിരകളിൽ നിന്നുമാണ് നർമ്മദ ഉത്ഭവിക്കുന്നത്. അപ്പോൾ നർമ്മദയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മധ്യപ്രദേശിലെ അമർകാണ്ടക് പീഠഭൂമിയിലെ മൈക്കല നിരകൾ. മധ്യപ്രദേശിലാണ് അമർകാണ്ടക് പീഠഭൂമിയിലെ മൈക്കല നിരകളിൽ നിന്നുമാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. 1312 കിലോമീറ്റർ ആണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളത്തിൽ 3ാം സ്ഥാനത്തുള്ള നദി ഏതാണെന്ന് ചോദിച്ചാലും നർമ്മദ തന്നെയാണ്. ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് നർമ്മദയാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന നദി നർമ്മദയാണ്. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ. പ്രധാന പോഷക നദികൾ ഷേർ, തവ, ഹിരൺ, ബർണ, ബഞ്ചാൻ എന്നിവയാണ് പ്രധാന പോഷക നദികൾ. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണെന്ന് നമുക്കറിയാം അല്ലേ. ഏകതാ പ്രതിമയാണ്. സർദാർ പാട്ടേലിൻ്റെ പ്രതിമയാണ്. പ്രതിമയുടെ ഉയരം എത്രയാണ്? 182 മീറ്ററാണ്. 182 മീറ്ററാണ് പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത്. പ്രതിമയെ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ സർദാർ സരോവർ ഡാമിലുള്ള സാധു ബെറ്റ് എന്ന നദീദ്വീപിലാണ്. പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ സർദാർ സരോവർ ഡാമിലുള്ള സാധു ബെറ്റ് എന്ന നദീദ്വീപിലാണ്. രൂപകൽപ്പന ചെയ്തത് റാം വി സുധർ. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നദീതീരം നർമ്മദയാണ്. ദിനോസറുകളുടെ രാജ സോറസ് നർമാദെൻസിസ് ഫോസിൽ കണ്ടെത്തിയ നദീതീരം നർമ്മദയാണ്. ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയിട്ടുള്ളത് നർമ്മദയിൽ നിന്നുമാണ്. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദീതീരത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് നർമ്മദ. ഓങ്കാരേശ്വർ ഡാം, ഇന്ദിരാസാഗർ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദയാണ്. സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദയാണ് മധ്യപ്രദേശിൽ. സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദയാണ് ഗുജറാത്ത്. സർദാർ സരോവർ പദ്ധതിക്ക് എതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളനാണ് സർദാർ സരോവർ പദ്ധതിക്ക് എതിരെ പ്രക്ഷോഭം പ്രകടിപ്പിച്ച പരിസ്ഥിതി സംഘടന. നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് മേധാ പട്കറാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് മേധാ പട്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ടാണ് മേധാ പട്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി. നർമ്മദാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഇന്ദിരാസാഗർ, സർദാർ സരോവർ, ഓങ്കാരേശ്വർ. നർമ്മദാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഇന്ദിരാസാഗർ, സർദാർ സരോവർ, ഓങ്കാരേശ്വർ. നർമ്മദയുടെ പതനസ്ഥാനം അറബിക്കടലിൽ ഗൾഫ് ഓഫ് കാമ്പത്തിലാണ്. ഇനി അടുത്തത് താപ്തിയാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് താപ്തി എന്ന് പറയുന്നത് ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് താപ്തി. താപ്തി നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൽത്തായ് പീഠഭൂമിയാണ്. മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൾത്തായ് പീഠഭൂമിയിൽ നിന്നുമാണ് താപ്തി ഉത്ഭവിക്കുന്നത്. അപ്പം മുൾത്തായ് പീഠഭൂമി താപ്തി. മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൾത്തായ് പീഠഭൂമിയിൽ നിന്നാണ് താപ്തി ഉത്ഭവിക്കുന്നത്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ നദിയാണ് താപ്തി. അപ്പോൾ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് നർമ്മദയായിരുന്നു. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ നദി ചോദിച്ചാൽ അത് താപ്തിയാണ്. താപ്തിയുടെ നീളം ഏകദേശം 724 കിലോമീറ്റർ ആണ്. നർമ്മദയുടെ ഇരട്ട ഹാൻഡ് മെയ്ഡ് ഓഫ് ദ നർമ്മദ എന്നറിയപ്പെടുന്ന നദിയാണ് താപ്തി. താപി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയും താപ്തിയാണ്. നർമ്മദ, ഗോദാവരി നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദി താപ്തിയാണ്. പ്രധാന പോഷക നദികൾ പൂർണ്ണ, സുഗി, ഗിർണ, ബേത്തൽ, പത്കി, ബോറി, പഞ്ചഹാര. താപ്തി നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് കാക്രാപാറ, ഉഖായ്.
കാക്രാപാറയും ഉഖായുമാണ് താപ്തി നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ. താപ്തി നദിയുടെ പതന സ്ഥലം അറബിക്കടലാണ്. കാമ്പത്ത് ഉൾക്കടലാണ്. അറബിക്കടലിലാണ് താപ്തി നദി പതിക്കുന്നത്. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികൾ നോക്കാം. മഹാനദിയുടെ ഉത്ഭവം ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ മലനിരകളിൽ നിന്നുമാണ്. മഹാനദിയുടെ ഉത്ഭവം. മഹാനദിയുടെ നീളം 857 കിലോമീറ്ററാണ്. ഒഡീഷയിലെ പ്രധാന നദിയാണ് മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദിയാണ്. ഹിരാകുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? മഹാനദി. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീമുഖമാണ് മഹാനദി. മഹാനദിയുടെ പതനം ബംഗാൾ ഉൾക്കടലാണ്. മഹാനദിയുടെ പോഷക നദികൾ ഷിയോനാഥ്, ഹിബ്ബിട്ടല്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്, ഛത്തീസ്ഗഡാണ്. മഹാനദിയുടെ അഴിമുഖം സ്ഥിതി ചെയ്യുന്ന ഫാൾസ് പോയിന്റ് ഒഡീഷ. ആണ് മഹാനദിയുടെ അഴിമുഖം സ്ഥിതി ചെയ്യുന്നത്. ഒലീവ് റിഡ്ലി ആമകളെ സംരക്ഷിക്കുന്ന മഹാനദിയുടെ പ്രധാനപ്പെട്ട കൈവഴിയാണ് ദേവി നദി. 2020 ജൂണിൽ 500 വർഷം പഴക്കം ചെന്ന ക്ഷേത്രം കണ്ടെത്തിയ നദീതീരം മഹാനദി ഒഡീഷയാണ്. ഇനി അടുത്തത് ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഡെക്കാൻ മേഖലകളിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ഗോദാവരി. ഗോദാവരി നദിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട ഭാഗത്തുള്ള ത്രയംബക് കുന്നുകളിൽ നിന്നാണ്. ഗോദാവരിയുടെ തീരത്തുള്ള പട്ടണങ്ങളാണ് ത്രയംബകേശ്വർ, നാസിക്, ഭദ്രാചലം, രാജമുദ്രി. ആന്ധ്രാപ്രദേശിലെ ജീവരേഖ എന്ന് പറയുന്നത് ഗോദാവരിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ ഗോദാവരിയാണ്. ശ്രീരാം സാഗർ പദ്ധതി എന്നറിയപ്പെടുന്ന പോച്ചംപോട് പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഗോദാവരി. ശ്രീരാം സാഗർ പദ്ധതി എന്നറിയപ്പെടുന്ന പോച്ചംപോട് പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഗോദാവരി. ശ്രീറാം സാഗർ പദ്ധതി എന്നാണ് പോച്ചംപോട് പദ്ധതി അറിയപ്പെടുന്നത്. തെലങ്കാനയിലെ കാളേശ്വരം ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഗോദാവരിയാണ്. ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് മഞ്ചീര, പെൻഗംഗ, വർധ, ഇന്ദ്രാവതി, ശബരി, പൂർണ്ണ, പ്രാണഹിത. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം. കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിലെ ജലസേചന പദ്ധതിയാണ് പോളാവാരം. കൃഷ്ണ നദിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളാണ്. കുന്നുകളിൽ നിന്നാണ്. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം കൃഷ്ണക്കാണ്. 1400 കിലോമീറ്ററാണ് കൃഷ്ണയുടെ നീളം എന്ന് പറയുന്നത്. ഉപദ്വീപീയ നദികളിൽ രണ്ടാം സ്ഥാനം കൃഷ്ണക്കാണ്. രണ്ടാം സ്ഥാനം. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. അപ്പോൾ കൃഷ്ണ നദിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളാണ്. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം കൃഷ്ണക്കാണ്. 1400 കിലോമീറ്ററാണ്. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് തുംഗഭദ്ര, മാലപ്രഭ, പാഞ്ചഗംഗ, ഭീമ, മുസി, ഗൗഡപ്രഭ, കൊയ്ന. ലോകത്തിലെ ഏറ്റവും വലിയ മേസണറി അണക്കെട്ടായ നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണയാണ്. അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണയാണ്. കൃഷ്ണ നദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗ പദ്ധതി. കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ജീവരേഖ കാവേരി. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെടുന്ന നദി കാവേരിയാണ്. അപ്പം കാവേരി നോക്കാട്ടെ. കാവേരിയെക്കുറിച്ച് കാവേരി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് കർണാടകയിലെ ബ്രഹ്മഗിരി മലനിരകളിലെ തലക്കാവേരിയിൽ നിന്നാണ്. കുടകിൽ നിന്നാണ് കാവേരിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ് കബനി, ഭവാനി, അമരാവതി, പാമ്പാർ, ലക്ഷ്മണ തീർത്ഥം, അർക്കാവതി, നോയൽ, ഹരംഗി. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ശിവസമുദ്രം, ഹൊഗനക്കൽ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ്. കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ജീവരേഖ കാവേരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി കാവേരിയാണ്. ശ്രീരംഗപട്ടണം, ശിവസമുദ്രം എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന നദി കാവേരിയാണ്. കാവേരി നദിയുടെ ആദ്യത്തെ അണക്കെട്ടായ കല്ലണൈ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേര് ഗ്രാൻഡ് അണക്കെട്ട് എന്നാണ്. കല്ലണൈ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേര് ഗ്രാൻഡ് അണക്കെട്ട് എന്നാണ്. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടാണ്. കാവേരി ഡെൽറ്റ പ്രദേശത്തെ പ്രൊട്ടക്റ്റഡ് സ്പെഷ്യൽ അഗ്രികൾച്ചർ സോണായി പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. പ്രാചീന നാമങ്ങൾ നോക്കാം. ബ്രഹ്മപുത്ര ലൗഹിത്യ, യമുന കാളിന്തി, നർമ്മദ നദിയാണ് രേവ നദി.
ബേത്വ വേത്രാവതി, ബേത്വ വേത്രാവതി. ഗോമതി ഗോമൽ, ഗോമതി ഗോമൽ. ഇൻഡസ് സിന്ധു, ഇൻഡസ് സിന്ധു. ചമ്പൽ ചർമ്മൻവതി, ചമ്പൽ ചർമ്മൻവതി. അപ്പം ഈ പേരുകളിലൊക്കെ തന്നെ ഉണ്ട് അല്ലേ. ബ്രഹ്മപുത്ര ലൗഹിത്യ, ബ്രഹ്മപുത്ര ലൗഹിത്യമാണ്. യമുന കാളിന്തിയാണെന്ന് ഓർത്ത് വെക്കുക. യമുന കാളിന്തി നദിയാണ്. നർമ്മദ, നർമ്മദയിൽ 6 ഉണ്ടല്ലോ, അപ്പം രേവ, നർമ്മദ രേവ. പിന്നെ ബേത്വയാണെങ്കിൽ വേത്രാവതി, ബേത്വ വേത്രാവതി. അപ്പോൾ ബേത്വ എന്ന് പറയുമ്പോൾ തായാണല്ലോ, അപ്പോൾ വേത്രാവതി. പിന്നെ ഗോമതി ഗോമലാണ്. ഇൻഡസ് സിന്ധുവാണ്. ചമ്പൽ ചർമ്മൻവതിയാണ്, ചർമ്മൻവതി. ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ. ഹിമാലയൻ നദികൾ ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിവിസ്തൃതമായിട്ടുള്ള വൃഷ്ടി പ്രദേശമുണ്ട്. ഹിമാലയൻ നദികൾക്ക് അതിവിസ്തൃതമായിട്ടുള്ള വൃഷ്ടി പ്രദേശമുണ്ട്. അപരദന തീവ്രത കൂടുതലാണ്. പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുകയും ചെയ്യുന്നു. ഉയർന്ന ജലസേചന ശേഷിയുണ്ട്. സമതല പ്രദേശങ്ങളിലെ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്. ഇനി ഉപദ്വീപീയ നദികളാണ്. ഉപദ്വീപീയ നദികളിൽ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടി പ്രദേശമാണ്. അപരദന തീവ്രത താരതമ്യേന കുറവാണ്. കാഠിന്യമേറിയ ശിലകളുടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. കാഠിന്യമേറിയ ശിലകളുടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. കുറഞ്ഞ ജലസേചന ശേഷിയാണുള്ളത്. ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവാണുള്ളത്. ഇനി നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ജൻജാവതിയാണ്. ജൻജാവതി ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റബ്ബർ ഡാമാണ് ഗയാജി ഡാം. ഗയാജി ഡാം ബീഹാറിലെ ഫാൽഗു നദിക്ക് കുറുകെ 2022 സെപ്റ്റംബർ 8 മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബോധ്ഗയയുടെ ഒഴുകുന്ന നദിയാണ് നിരഞ്ജന നദി. നിരഞ്ജന നദിയാണ് ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബോധ്ഗയയിലൂടെ ഒഴുകുന്ന നദി. ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിച്ച് കാമ്പത്ത് ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് സബർമതി. ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിച്ച് കാമ്പത്ത് ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് സബർമതി. ശരാവതി നദി ഉത്ഭവിക്കുന്നത് ഷിമോഗയിൽ നിന്നാണ്, കർണാടക. ശരാവതി നദി ഉത്ഭവിക്കുന്നത് ഷിമോഗയിൽ നിന്നാണ്, കർണാടകയിൽ നിന്ന്. പാക്ക് കടലിടുക്കിൽ ചെന്നു ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദിയാണ് വൈഗ നദി. പാക്ക് കടലിടുക്കിൽ ചെന്നു ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈഗയാണ്. അടിത്തട്ട് വരെ കാണാവുന്ന സുതാര്യമായ ജലോപരിതലം ഉള്ള ഉങ്കോട്ട് നദിയാണ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയയാണ്. അടിത്തട്ട് വരെ കാണാവുന്ന സുതാര്യമായ ജലോപരിതലം ഉള്ള ഉങ്കോട്ട് നദി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയയാണ്. അക്സായ് ചീൻ പ്രദേശങ്ങളിൽ നിന്നും ലഡാക്കിലേക്ക് ഒഴുകുന്ന നദിയാണ് ഗാൽവാൻ. ഗാൽവാൻ എന്ന് പറയുന്നത് അക്സായ് ചീൻ പ്രദേശങ്ങളിൽ നിന്നും ലഡാക്കിലേക്ക് ഒഴുകുന്ന നദിയാണ്. ഗാൽവാൻ നദി ചേരുന്ന നദിയാണ് ഷ്യോക്ക് നദി. നദികളും അപരനാമങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. ജൈവ മരുഭൂമി ദാമോദറാണ്. ജൈവ മരുഭൂമിയാണ് ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം എന്ന് പറയുന്നത് ദാമോദർ നദിയാണ്. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ നദിയാണ്. ബീഹാറിൻ്റെ ദുഃഖം കോസിയാണ്. ബീഹാറിൻ്റെ ദുഃഖമാണെങ്കിൽ അത് കോസിയാണ്. ഒഡീഷയുടെ ദുഃഖം മഹാനദിയാണ്. അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്രയാണ്. ചുവന്ന നദി ബ്രഹ്മപുത്ര. വൃദ്ധഗംഗ ഗോദാവരി. വൃദ്ധഗംഗയാണ് ഗോദാവരി. ദക്ഷിണഗംഗയാണ് കാവേരി. ദക്ഷിണഗംഗ കാവേരിയാണ്. പാതാളഗംഗയാണ് കൃഷ്ണ. പാതാളഗംഗ കൃഷ്ണയാണ്. അർദ്ധഗംഗ കൃഷ്ണയാണ്. അർദ്ധഗംഗയും കൃഷ്ണയാണ്. ഗോവയുടെ ജീവരേഖ മണ്ഡോവി. സിക്കിമിൻ്റെ ജീവരേഖ ടീസ്റ്റയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ ഗോദാവരിയാണ്. മഹാരാഷ്ട്രയുടെ ജീവരേഖ കൊയ്ന. മഹാരാഷ്ട്രയുടെ ജീവരേഖയാണ് കൊയ്ന. മധ്യപ്രദേശിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്നത് ബേത്വയാണ് മധ്യപ്രദേശിൻ്റെ ഗംഗ. മാൾവ ഗംഗ ക്ഷിപ്രയാണ്. മധ്യപ്രദേശിലെ ജീവരേഖ നർമ്മദ. പാലങ്ങൾ, നദികൾ, സംസ്ഥാനങ്ങൾ എന്നിങ്ങനെ നോക്കാം. മാൾവിയ പാലം ഗംഗ ഉത്തർപ്രദേശ്. മാൾവിയ പാലം ഗംഗ ഉത്തർപ്രദേശ്. ജവഹർ സേതു പാലം സോണ് ബീഹാർ. ജവഹർ സേതു പാലം സോണ് ബീഹാർ. മഹാത്മാഗാന്ധി സേതു ഗംഗ ബീഹാർ. മഹാത്മാഗാന്ധി സേതു ഗംഗ ബീഹാർ. വിക്രംശില സേതു ഗംഗ ബീഹാർ. വിക്രംശില സേതു ഗംഗ ബീഹാർ. രാജേന്ദ്ര സേതു ഗംഗ ബീഹാർ. രാജേന്ദ്ര സേതു ഗംഗ ബീഹാർ. സുദാമ സേതു ഗോമതി ഗുജറാത്ത്. സുദാമ സേതു ഗോമതി ഗുജറാത്ത്. ഗോൾഡ് ബ്രിഡ്ജ് നർമ്മദ ഗുജറാത്ത്. ഗോൾഡ് ബ്രിഡ്ജ് നർമ്മദ ഗുജറാത്ത്. ഗോൾഡ് ബ്രിഡ്ജ് നർമ്മദ ഗുജറാത്ത്. കോലിയ ബൊമേറ സേതു ബ്രഹ്മപുത്ര അസം. കോലിയ ബ്രൊമേറ
സേതു ബ്രഹ്മപുത്ര അസം. നരനാരായണൻ സേതു ബ്രഹ്മപുത്ര അസം. നരനാരായണ സേതു ബ്രഹ്മപുത്ര അസം. നേപ്പിയർ പാലം കൂവം തമിഴ്നാട്. നേപ്പിയർ പാലം കൂവം തമിഴ്നാട്. രവീന്ദ്ര സേതു ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഹൂഗ്ലി നദിയിലാണ്, പശ്ചിമ ബംഗാളിലാണ്. വിദ്യാസാഗർ സേതു ഹൂഗ്ലിയിൽ തന്നെയാണ്, പശ്ചിമ ബംഗാളിലാണ്. വിവേകാനന്ദ സേതു ഹൂഗ്ലി പശ്ചിമ ബംഗാൾ. നിവേദിത സേതു ഹൂഗ്ലി പശ്ചിമ ബംഗാൾ. കൊറോനേഷൻ ടീസ്റ്റ പശ്ചിമ ബംഗാളിലാണ്. കൊറോനേഷൻ. ഗോദാവരി ആർക്ക് ബ്രിഡ്ജ് ഗോദാവരി ആന്ധ്രാപ്രദേശ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് പാലം മഹാനദി പാലം മഹാനദിയിലാണ്, ഒഡീഷ. ദിഫുയിലാണ്. ചിപ്പു അത് അരുണാചൽ പ്രദേശിലൂടെയാണ്. ഇനി നദീതീര പട്ടണങ്ങളാണ് നോക്കാൻ പോകുന്നത്. നദീതീര പട്ടണങ്ങൾ: വാരണസി ഗംഗ ഉത്തർപ്രദേശ്. വാരണസി ഗംഗ ഉത്തർപ്രദേശ്. കാൺപൂർ ഗംഗ ഉത്തർപ്രദേശ്. അലഹബാദ് ഗംഗ യമുന ഉത്തർപ്രദേശ്. ലക്നൗ ഗോമതി ഉത്തർപ്രദേശ്. അയോധ്യ സരയു ഉത്തർപ്രദേശ്. ഫറൂഖാബാദ് ഗംഗ ഉത്തർപ്രദേശ്. കനൗജ് ഗംഗ ഉത്തർപ്രദേശ്. ഹാജിപൂർ ഗംഗ ബീഹാറിലാണ്. ഹാജിപൂർ പട്ടണമുള്ളത് ഗംഗ നദീതീരത്താണ്, ബീഹാറിലാണ്. ഉത്തരാഖണ്ഡിൽ ഋഷികേശ് ഗംഗാനദിയുടെ തീരത്തിലാണ് ഋഷികേശ്. മിർസാപൂർ ഗംഗ ഉത്തർപ്രദേശ്. പാറ്റ്ന ഗംഗ ബീഹാർ. ബക്സാർ ഗംഗ ബീഹാർ. ബഗൽപൂർ ഗംഗ ബീഹാർ. ഹരിദ്വാർ ഗംഗ ഉത്തരാഖണ്ഡ്. ബദരിനാഥ് ഗംഗ അളകനന്ദ ഉത്തരാഖണ്ഡ്. ഡൽഹി യമുന ഡൽഹി. ആഗ്ര യമുന ഉത്തർപ്രദേശ്. മധുര യമുന ഉത്തർപ്രദേശ്. ചെന്നൈ കൂവം അടയാർ തമിഴ്നാട്. മധുര വൈഗ നദീതീരത്താണ്, തമിഴ്നാട്. മൈസൂർ കാവേരി കർണാടക. തഞ്ചാവൂർ കാവേരി തമിഴ്നാട്. തിരുച്ചിറപ്പള്ളി കാവേരി തമിഴ്നാട്. തിരുനെൽവേലി താമ്രപർണി തമിഴ്നാട്. കൊൽക്കത്ത ഹൂഗ്ലി പശ്ചിമ ബംഗാൾ. ഹാൽഡിയ ഹൂഗ്ലി പശ്ചിമ ബംഗാൾ. ഹൗറ ഹൂഗ്ലി പശ്ചിമ ബംഗാൾ. ലുധിയാന സത്ലജ് പഞ്ചാബ്. ഫിറോസ്പൂർ സത്ലജ് പഞ്ചാബ്. അഹമ്മദാബാദ് സബർമതി ഗുജറാത്ത്. ഗാന്ധിനഗർ സബർമതി ഗുജറാത്ത്. ജംഷഡ്പൂർ സുബർണരേഖ ജാർഖണ്ഡ്. റാഞ്ചി സുബർണരേഖ ജാർഖണ്ഡ്. കട്ടക് മഹാനദി ഒഡീഷ. സാമ്പൽപൂർ മഹാനദി ഒഡീഷ. രാജമുദ്രി ഗോദാവരി ആന്ധ്രാപ്രദേശ്. നാസിക് ഗോദാവരി മഹാരാഷ്ട്ര. ഗുവാഹത്തി ബ്രഹ്മപുത്ര അസം. ദിബ്രുഗഡ് ബ്രഹ്മപുത്ര അസം. അജ്മീർ ലൂണി രാജസ്ഥാൻ. ശ്രീനഗർ ജലം ജമ്മു കാശ്മീർ. ഉജ്ജയിനി ക്ഷിപ്ര മധ്യപ്രദേശ്. കോട്ട ചമ്പൽ രാജസ്ഥാൻ. ഗോളിയോർ ചമ്പൽ മധ്യപ്രദേശ്. പനാജി മണ്ഡോവി ഗോവ. ജബൽപൂർ നർമ്മദ മധ്യപ്രദേശ്. ഹോഷംഗാബാദ് നർമ്മദ മധ്യപ്രദേശ്. സൂറത്ത് താപ്പി ഗുജറാത്ത്. ഹൈദരാബാദ് മുസി തെലുങ്കാന. വിജയവാഡ കൃഷ്ണ ആന്ധ്രാപ്രദേശ്. അമരാവതി കൃഷ്ണ ആന്ധ്രാപ്രദേശ്. മംഗലാപുരം നേത്രാവതി കർണാടക. ഹംപി തുംഗഭദ്ര കർണാടക. ബാംഗ്ലൂർ വൃഷഭാരതി കർണാടക. കാലടി പെരിയാർ കർണാടക കേരളം. കോഴിക്കോട് കല്ലായിപ്പുഴ കേരളം. പാന്തർപൂർ ഭീമ മഹാരാഷ്ട്ര. ഭീമാ നദി ചന്ദ്രഭാഗ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അടുത്തത് ഇന്ത്യയിലെ പ്രധാന നദികൾ ഒറ്റ നോട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക്. സിന്ധു 2880 കിലോമീറ്ററാണ്. അത് 2880 കിലോമീറ്ററാണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ മാറ്റമുണ്ട് കേട്ടോ, ഒന്ന് ജസ്റ്റ് നോക്കണേ. ഉത്ഭവസ്ഥാനം പൊഗാർച്ചോ ഗ്ലേസിയർ. മാനസ സരോവർ തടാകം ടിബറ്റ്. പ്രധാന പോഷക നദികൾ ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് ശ്യോക്ക്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ലഡാക്ക് ജമ്മു കാശ്മീർ. അറബിക്കടലിലാണ് ചെന്നു ചേരുന്നത്. ഗംഗ 25 കിലോമീറ്ററാണ്. ഗംഗോത്രി ഹിമാനി ഉത്തരാഖണ്ഡിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. യമുന സോൺ കോസി ഗന്ദകി ഗാഗ്ര. യമുന സോൺ കോസി ഗന്ദകി ഗാഗ്ര. ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ്. ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് പതിക്കുന്നത്. ബ്രഹ്മപുത്ര 2900 കിലോമീറ്ററാണ്. ചമയുങ്തുങ് ഹിമാനിയിൽ നിന്നും ടിബറ്റിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ടീസ്റ്റ മനാസ് ലോഹിത് സുബൻസിരിയാണ് പ്രധാന പോഷക നദികൾ. അരുണാചൽ പ്രദേശ് അസമിലൂടെ ഒഴുകുന്നു. ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നു. മഹാനദി 857 കിലോമീറ്ററാണ്. സിഹാവ മലനിരകളിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ഛത്തീസ്ഗഡിലെ സിഹാവ മലനിരകളിൽ നിന്നുമാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഇബ് ഓങ് ടെല്ല് ഷിയോനാഥ്. ഇബ് ഓങ് ടെല്ല് ഷിയോനാഥ്. ഛത്തീസ്ഗഡ് ഒഡീഷ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ഛത്തീസ്ഗഡ് ഒഡീഷ മധ്യപ്രദേശ്. ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് പതിക്കുന്നത്.
ഗോദാവരി 1465 കിലോമീറ്ററാണ്. ത്രയംബക് കുന്നുകൾ നാസിക് മഹാരാഷ്ട്ര. ഇന്ദ്രാവതി, ശബരി, പെൻഗംഗ, മഞ്ചീര മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നിവിടങ്ങളിലൂടെ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ബംഗാൾ ഉൾക്കടലിൽ ചെന്നു ചേരുന്നു. കൃഷ്ണ 1400 കിലോമീറ്ററാണ്. മഹാബലേശ്വർ മഹാരാഷ്ട്ര. ഉത്ഭവിക്കുന്നത് ഭീമ, തുംഗഭദ്ര, മുസി, മാലപ്രഭ, കൊയ്ന ഇവയൊക്കെ പോഷക നദികളാണ്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ബംഗാൾ ഉൾക്കടലിൽ ചെന്നു ചേരുന്നു. ഇനി കാവേരിയാണ്. 800 കിലോമീറ്ററാണ്. തലക്കാവേരി, ബ്രഹ്മഗിരി കുന്ന്, കുടക് കർണാടക, കബനി, പാമ്പാർ, ഭവാനി, അമരാവതി, അർക്കാവതി തമിഴ്നാട്, കർണാടക ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. നർമ്മദ 1312 കിലോമീറ്ററാണ്. അമർകാണ്ടക് കുന്നുകൾ, മൈക്കല നിരകൾ, ഹിരൺ, ഷേർ, താവ, ബഞ്ചാൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര അറബിക്കടലിലാണ് ചെന്ന് ചേരുന്നത്. താപ്തി 724 കിലോമീറ്ററാണ്. മുൾട്ടായ്, സത്പുര നിരകൾ, ബൈത്തുൽ മധ്യപ്രദേശ്, ഗിർന, അനർ എന്നിവ പ്രധാന പോഷക നദികളാണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് അറബിക്കടലിലാണ് ചെന്ന് ചേരുന്നത്. അടുത്തത് ഇന്ത്യയിലെ പ്രധാന ഡാമുകളാണ്. ഉറി ഡാം ജമ്മു കാശ്മീരിലാണ്, ചലം നദിയിലാണ്. ഉറി ഡാം ജമ്മു കാശ്മീർ, ചലം. ബങ്കിഹാർ ഡാം ജമ്മു കാശ്മീർ, ചിനാബ്. സലാൽ ഡാം ജമ്മു കാശ്മീർ, ചിനാബ്. ദുൽഹസ്തി ഡാം ജമ്മു കാശ്മീർ, ചിനാബ്. പോങ് ഡാം ഹിമാചൽ പ്രദേശ്, ബിയാസ്. രഞ്ജിത് സാഗർ ഡാം തെയിൻ, പഞ്ചാബ്, രവിയിലാണ്. ബക്ര ഡാം ഹിമാചൽ പ്രദേശ്, സത്ലജ് നദിയിലാണ്. നങ്കൽ ഡാം പഞ്ചാബ്, സത്ലജ്. തഹരി ഡാം ഉത്തരാഖണ്ഡ്, ഭഗീരഥി. ലക്കോർ ഡാം ഉത്തരാഖണ്ഡ്, യമുന. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം ഉത്തർപ്രദേശ്, റിഹാന്ത് നദിയിലാണ്. കൊഹിര ബീഹാർ, കൊഹിര. ഫറാക്ക ബാരേജ് പശ്ചിമ ബംഗാൾ, ഗംഗ. സർദാർ സരോവർ ഡാം ഗുജറാത്ത്, നർമ്മദ. കാക്രാപാറ ഡാം ഗുജറാത്ത്, താപ്തി. ഉക്കായി ഡാം ഗുജറാത്ത്, താപ്തി. ഹിരാകുഡ് ഒഡീഷ, മഹാനദി. ഗാന്ധി സാഗർ മധ്യപ്രദേശ്, ചമ്പൽ. ഇന്ദിരാ സാഗർ മധ്യപ്രദേശ്, നർമ്മദ. ഓങ്കാരേശ്വർ ഡാം മധ്യപ്രദേശ്, നർമ്മദ. തവ ഡാം മധ്യപ്രദേശ്, തവ. ബെൻ സാഗർ മധ്യപ്രദേശ്, സോണ്. ജയന്ത് വാടി ഡാം മഹാരാഷ്ട്ര, ഗോദാവരി. കൊയ്ന ഡാം മഹാരാഷ്ട്ര, കൊയ്ന. മസൻചോറ് ഡാം ഝാർഖണ്ഡ്, മയൂരക്ഷി. ശ്രീശൈലം ആന്ധ്രാപ്രദേശ്, കൃഷ്ണ. നിസാം സാഗർ തെലുങ്കാന, മഞ്ചീര. നാഗാർജുന സാഗർ ഡാം തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കൃഷ്ണ. പോളാവാരം ആന്ധ്രാപ്രദേശ്, ഗോദാവരി. അലമാട്ടി ഡാം കർണാടക, കൃഷ്ണ രാജസാഗർ ഡാം കർണാടക, കാവേരി. തുംഗഭദ്ര ഡാം കർണാടക, തുംഗഭദ്ര. മേട്ടൂര് തമിഴ്നാട്, കാവേരി. കല്ലണൈ ഡാം തമിഴ്നാട്, കാവേരി. അടുത്തത് വെള്ളച്ചാട്ടമാണ് നോക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം കുഞ്ചിക്കൽ വെള്ളച്ചാട്ടമാണ്. കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ വാരാഹി നദിയിലാണ്. PSC ഉത്തരസൂചിക പ്രകാരം ജോഗ് വെള്ളച്ചാട്ടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വെള്ളച്ചാട്ടമാണ് ബാരേഹി പാനി വെള്ളച്ചാട്ടം, ഒഡീഷ. ജോഗ് വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ്. ജോഗ് വെള്ളച്ചാട്ടത്തിന് 225 മീറ്ററാണ്. ജോഗ് വെള്ളച്ചാട്ടത്തിൽ ഉൾക്കൊള്ളുന്ന 4 ജലപ്രവാഹങ്ങളാണ് രാജ, റാണി, റോറൽ, റോക്കറ്റ്. രാജ, റാണി, റോറൽ, റോക്കറ്റ്. ജോൻഹ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം റാഞ്ചിയാണ്. കാങ്കർവാലി ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ചിത്രാകോട്ട് വെള്ളച്ചാട്ടമാണ്. കാങ്കർവാലി ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് ചിത്രാകോട്ട് വെള്ളച്ചാട്ടം. ഏഷ്യയിലെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടമാണ് ചിത്രാകോട്ട് വെള്ളച്ചാട്ടം. ബർഖാന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി സീതാ നദിയാണ്, കർണാടക. ദുദുമ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. വിളിപ്പേരുകൾ ഗർസോപ്പ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ജോഗ് വെള്ളച്ചാട്ടമാണ്. ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ചിത്രക്കോട്ട് വെള്ളച്ചാട്ടമാണ്. ഇന്ത്യയിലെ നയാഗ്രയാണ് ചിത്രക്കോട്ട് വെള്ളച്ചാട്ടം. ഹൊഗനക്കൽ വെള്ളച്ചാട്ടത്തിനും കാവേരി നദി ഇന്ത്യയിലെ നയാഗ്ര എന്ന് വിശേഷണമുണ്ട്. ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം കുറ്റാലം, തമിഴ്നാട്. മാർബിൾ ഹാൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ദുവാൻഡർ. ഹജ്ര, തിരത്ഗണ്ഡ്, രാജ്പുരി, അമൃതധാര എന്നീ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. തെലങ്കാന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന തലസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. തലക്കൊന വെള്ളച്ചാട്ടം ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, ഇനി സ്പ്രെഡ് ഈഗിൾ വെള്ളച്ചാട്ടം മേഘാലയയാണ്. സ്പ്രെഡ് ഈഗിൾ. വാഷ്താങ് വെള്ളച്ചാട്ടം മിസോറാമിലാണ്.
അടുത്തത് വെള്ളച്ചാട്ടങ്ങൾ നോക്കാം. വെള്ളച്ചാട്ടം നദീ സംസ്ഥാനം എങ്ങനെയാണ് നോക്കുന്നത്. കുഞ്ചിക്കൽ വരാഹി കർണാടകയിലാണ്. ജോഗ് വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ്, കർണാടകയിൽ തന്നെയാണ്. ശിവസമുദ്രം കാവേരി കർണാടക. ദൂദ് സാഗർ മണ്ഡോവി ഗോവ. കുറ്റാലം ചിറ്റാർ തമിഴ്നാട്. ഹൊഗനക്കൽ കാവേരി തമിഴ്നാട്. പാപനാശം താമ്രഭരണി തമിഴ്നാട്. കാതറിൻ കല്ലാർ തമിഴ്നാട്. ലോത് ഗുർഹ ഝാർഖണ്ഡ്. ഇനി ഹുദ്രു സുവർണരേഖ ഝാർഖണ്ഡ്. ദാസം കച്നി ഝാർഖണ്ഡ്. ബിഷപ്പ് ഉമിയം മേഘാലയ. ദുവാന്തർ വെള്ളച്ചാട്ടം നർമ്മദ നദിയിലാണ്, മധ്യപ്രദേശ്. ഗാദ കെൻ മധ്യപ്രദേശ്. യന്ന നർമ്മദ മധ്യപ്രദേശ്. ചച്ചായ് ബിഹാദ് മധ്യപ്രദേശ്. ചിത്രാങ്കോട്ട് ഇന്ദ്രാവതി ഛത്തീസ്ഗഡ്. കുന്തല കടം തെലങ്കാന. നുരംനങ്ക് നദിയിലൂടെയാണ്, അരുണാചൽ പ്രദേശിലാണ്. ഇനി കേരളത്തിലെ പ്രധാന നദികളാണ്. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം സഖ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് പെരിയാറിൻ്റെ ഉത്ഭവം കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചൊക്കാംപെട്ടിയിൽ നിന്നാണ് എന്നാണ്. പെരിയാറിൻ്റെ പോഷക നദികൾ മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ഞാംകുട്ടിപ്പുഴ, പെരുതുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ, മംഗലപ്പുഴ. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാറാണ്. മുല്ലയാറിൻ്റെയും സംഗമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരപ്പുഴയും നല്ലതണ്ണി, കുണ്ടള. പെരിയാർ നദി മംഗലപ്പുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലമാണ് ആലുവ. മംഗലപ്പുഴ പതിക്കുന്ന നദിയാണ് ചാലക്കുടി പുഴ. ആലുവ പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി പെരിയാറാണ്. പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടി ജലം വഹിക്കുന്ന നദി, കേരളത്തിലെ ജീവരേഖ എന്ന് ചോദിച്ചാലും പെരിയാറാണ്. ചൂർണി എന്ന അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന നദിയാണ് പെരിയാർ. അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ നദികൾ പെരിയാറും പമ്പയുമാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദിയാണ് പെരിയാർ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി പെരിയാറാണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാറാണ്. മലയാറ്റൂർ പള്ളി, ആദിശങ്കര കീർത്തി സ്തംഭം മണ്ഡലം, ആലുവ അദ്വൈത ആശ്രമം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാറാണ്. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട് കായലാണ്. പെരിയാറിൻ്റെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. പെരിയാറിൻ്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങളാണ് തേക്കടി വന്യജീവി സങ്കേതം, പെരിയാർ, തട്ടേക്കാട് പക്ഷി സങ്കേതം. പെരിയാർ മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് പൂർണ്ണ എന്നാണ്. പെരിയാറിൽ 1924 കൊല്ലവർഷം 1099 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേര് 99 വെള്ളപ്പൊക്കം. പെരിയാറിൽ 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ മുസിരിസ. റൂം ഫോർ റിവർ. പ്രളയം മൂലമുള്ള നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് റൂം ഫോർ റിവർ. നെതർലാൻഡ് നടപ്പിലാക്കിയ പദ്ധതിയാണിത്. ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. 209 കിലോമീറ്ററാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ്. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂരാണ്. ഭാരതപ്പുഴ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ എന്നിവയാണ്. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം മായന്നൂരാണ്, തൃശ്ശൂർ. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ്. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം പൊന്നാനിയാണ്. നിള എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം പൊന്നാനി തുറമുഖമാണ്. കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണ്? തൂതപ്പുഴ. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടമാണ് ഭാരതപ്പുഴയുടെ നദീതീരം. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്ത് കേരളത്തിൽ എവിടെ വെച്ചാണ്? തിരുനാവായ. മിനി പമ്പ എന്ന് ഏത് നദിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പാലത്തിന് സമീപത്തുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചു. ഇതാണ് മിനി പമ്പ. ഭാരതപ്പുഴ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാലാണ്, മലപ്പുറം. ഭാരതപ്പുഴയിലെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിജ്ഞാന കേന്ദ്രമാണ് നിള വിജ്ഞാന കേന്ദ്രം.
പമ്പ കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി 176 കിലോമീറ്ററാണ്. തിരുവിതാംകൂറിലെ ജീവനാടി. പ്രാചീന കാലത്ത് പാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. ശബരി ഡാം, കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. മാരാമൺ കൺവെൻഷൻ, ചെറുകോൽ പുഴ, ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്ന നദീതീരം പമ്പാ നദീതീരത്താണ്. ശബരിമല, എടത്വ പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പമ്പ. പമ്പാ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചി മലയിൽ നിന്നുമാണ്. ഇടുക്കി, പീരുമേട് പീഠഭൂമി. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. പമ്പയുടെ ധാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടാണ്. പമ്പയുടെ പ്രധാന പോഷക നദികൾ അച്ചൻ കോവിലാറ്, കാക്കിയാറ്, കല്ലാറ്, അഴുതയാറ്, മണിമലയാറ്. പമ്പാ നദി ഒഴുകുന്ന നദികൾ പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. പമ്പാ നദിയുടെ പ്രധാന വെള്ളച്ചാട്ടം പെരുന്തേനരുവി. പെരുന്തേനരുവിയാണ് പ്രധാന വെള്ളച്ചാട്ടം. അച്ചൻ കോവിലാർ പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലമാണ് വീയപുരം. പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് അച്ചൻ കോവിലാറ്. കറന്റ് ഫാക്ട്: വേദകാലഘട്ടത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരമാണ് പമ്പ. ചാലിയാറ്. കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദി ചാലിയാറാണ്. ചാലിയാറിൻ്റെ ഉത്ഭവം ഇളമ്പലേരി കുന്നാണ്, വയനാട്. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് ചാലിയാറ്. പ്രധാന പോഷക നദികൾ ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ. ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് ബേപ്പൂരിൽ വെച്ചിട്ടാണ്. കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാറാണ്. കേരളത്തിലെ മലിനീകരണം ഏറ്റവും കൂടിയ നദികളാണ് ചാലിയാറും പെരിയാറും. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. ചാലക്കുടി പുഴ. കേരളത്തിൽ 5ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. പറമ്പിക്കുളം, കുരിയാർ, കുട്ടി, ഷോളയാറ്, കാരപ്പാറ, ആനക്കഴം എന്നീ പുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദി ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആതിരപ്പള്ളിയാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി എന്നിവ സ്ഥാപിച്ചിരിക്കുന്ന നദി ചാലക്കുടി പുഴയാണ്. ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർ മൊഴി. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം വൈന്തലയാണ് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാറിലാണ്. ഇലന്തിക്കരയിൽ പുത്തൻ വേലിക്കര, എറണാകുളം വെച്ച് ചാലക്കുടി പുഴ പെരിയാറുമായി ചേരുന്നു. പിന്നീട് ഇവ ഒന്നിച്ചൊഴുകി കൊടുങ്ങല്ലൂർ കായലുമായും അതിനുശേഷം അറബിക്കടലുമായി ചേരുന്നു. പറമ്പിക്കുളം, ആളിയാർ അന്തർ സംസ്ഥാന നദീജല കരാറിൽ ഏർപ്പെട്ട സംസ്ഥാനങ്ങളാണ് കേരള, തമിഴ്നാട്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, പാമ്പാർ, ഭവാനി. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് പാമ്പാറും ഭവാനിയും. കബനി. കേരളത്തിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി നദി. കബനി നദി നോക്കാം. കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി നദി. കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് കബനി നദിയാണ്. ആകെ നീളം 240 കിലോമീറ്ററാണ്. കേരളത്തിൽ കബനി നദിയുടെ നീളം 56 കിലോമീറ്ററാണ്. കബനി, പാമ്പാർ, ഭവാനി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? കാവേരി. കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിനും രാജീവ് ഗാന്ധി ദേശീയോദ്യാനത്തിനും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് കബനി. കബനി നദിയുടെ ഉത്ഭവം തെണ്ടാർമുടിയാണ്, വയനാട്. ഏതെല്ലാം നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത്? പനമരം, മാനന്തവാടി നദികൾ. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നാഗർ ഹോളെ ദേശീയോദ്യാനം, കർണാടക. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില. കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളപട്ടണം നദിയാണ്. കബനി നദി പതിക്കുന്നത് കാവേരി നദിയിലാണ്. കബനി നദി കാവേരി നദിയുമായി ചേരുന്ന സ്ഥലം തിരുമക്കുടു നരസിപ്പുര. തിരുമക്കുടലു നരസിപ്പുരയാണ് കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലം, കർണാടകയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം. എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം, വയനാട്ടിലാണ്. ഏഷ്യയിലെ 2ാമത്തെ വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമനത്തോടാണ്. കബനിയുടെ പോഷക നദി വയനാട്. അപ്പം ഇനി കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് ബാണാസുര സാഗർ ഡാമാണ്. ഏത് നദിയിലാണ്? കുർവാദ്വീപ്. സ്ഥിതി ചെയ്യുന്നത് കബനി. പാമ്പാറ് നോക്കാം. ദേവികുളത്തെ ബെൻമുറിയിൽ നിന്ന്
ആനമുടി ഉത്ഭവിച്ച് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് പാമ്പാറ്. പാമ്പാറിന്റെ ആകെ നീളം 31 കിലോമീറ്ററാണ്. കേരളത്തിലെ പാമ്പാറിന്റെ നീളം 25 കിലോമീറ്ററാണ്. പാമ്പാർ ഒഴുകുന്ന ജില്ല ഇടുക്കിയാണ്. തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പാമ്പാറ്. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദി അമരാവതിയാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി പാമ്പാറാണ്. തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി പാമ്പാറാണ്. പാമ്പാറിന്റെ മറ്റ് പ്രധാന പോഷക നദികൾ ഇരവികുളം, മയിലാടി, തീർത്ഥമാല, ചെങ്കലാർ, തേനാർ, വട്ടവടനദി. പാമ്പാർ പതിക്കുന്നത് കാവേരി നദിയിലാണ്, തമിഴ്നാട്. ഭവാനി കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്. ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം നീലഗിരി കുന്നുകളാണ്. ഭവാനി നദിയുടെ ആകെ നീളം 217 കിലോമീറ്ററാണ്. കേരളത്തിൽ ഭവാനി നദിയുടെ നീളം 37.5 കിലോമീറ്റർ. ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട്. ഭവാനി നദിയിൽ എത്തിച്ചേരുന്ന പ്രധാന നദികൾ ശിരുവാണി, വരഗാർ. ഭവാനിയുടെ പോഷക നദിയായ മൊയാർ, മുതുമലൈ ദേശീയോദ്യാനത്തിനും ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിനും ഇടയിലൂടെ ഒഴുകുന്നു. ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം കൽക്കണ്ടിയൂർ. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഭവാനി. ഭവാനി നദി പതിക്കുന്നത് കാവേരി നദിയിലാണ്. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് ശിരുവാണി. മറ്റ് പ്രധാന നദികൾ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാറ്. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമല, പശ്ചിമഘട്ടം. നെയ്യാറിന്റെ പോഷക നദികൾ കല്ലാർ, കരവലിയാർ. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? നെയ്യാറിന്റെ തീരത്താണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയാണ്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. പെരുമ്പുഴ, പഴസ്വിനി എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് ചന്ദ്രഗിരി പുഴയാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ഒഴുകുന്ന നദികളുടെ എണ്ണം 12 ആണ്. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയെടുക്കുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിലാണ്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാർ നദിയിലാണ്, കൊല്ലം. ഏകദേശം 200 ഏക്കറിൽ പരന്നു കിടക്കുന്ന കുറുവാപ്പട്ട താഴ്വര ഏഷ്യയിലെ ഏറ്റവും വലിയ കുറുവാപ്പട്ട തോട്ടമായി കണക്കാക്കുന്നു. ഇത് സ്ഥിതി ചെയ്യുന്ന നദീതീരം അഞ്ചരക്കണ്ടിപ്പുഴയാണ്. കുപ്പം നദിയുടെ ഉത്ഭവം പടിനൽക്കാട് ചുരം, കർണാടക. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ. പരവൂർ കായലിൽ പതിക്കുന്ന നദിയാണ് ഇത്തിക്കര പുഴ. മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കോട്ടയം. വളപട്ടണം നദി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. കടലുണ്ടി പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഒലിപ്പുഴ, വോളിയാർ. കൊടുങ്ങരം പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം അട്ടപ്പാടിയാണ്. കാൽ നൂറ്റാണ്ട് മുമ്പ് വറ്റിവരണ്ടു പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തത്? കൊടുങ്ങരം പള്ളംപുഴ. കൊടുങ്ങരം പള്ളംപുഴയുടെ ഉത്ഭവം തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയാണ്. പതനം ഭവാനി പുഴയാണ്. യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ചാനൽ, ബ്രിട്ടീഷ് ചാനൽ എന്ന് വിളിക്കപ്പെട്ട നദിയാണ് മയ്യഴിപ്പുഴ. 54 കിലോമീറ്ററാണ് മയ്യഴിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. വയനാടിന് കുന്നുകളാണ്. തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴയുടെ പതിക്കുന്നത് അറബിക്കടലിലാണ്. തേജസ്വനി പുഴ എന്നറിയപ്പെടുന്ന ആര്യങ്കാട് പുഴയാണ്. ചെമുഞ്ഞിമൊട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന അഞ്ചുതെങ്ങ് കായലിൽ പതിക്കുന്ന നദിയാണ് വാമനപുരം പുഴ. ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ. നിലമ്പൂരിൽ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാറ്. ഇരവികുളം, മറയൂര്, ചിന്നാറ് വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാറ്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാറാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഭവാലി നദിയാണ്. ഇനി മറ്റ് പേരുകളാണ് കേട്ടോ. ഇങ്ങനെയും വിളിക്കാം എന്ന് പറഞ്ഞിട്ട്. കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. പൊന്നാനി പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ശോകനാശിനി പുഴ എന്നാണ്. നിള എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഭാരതപ്പുഴയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പയാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പയാണ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെട്ടിരുന്ന കുറ്റ്യാടി പുഴയാണ്. മൂരാട് പുഴ എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടി പുഴയാണ്. പഴസ്വിനി എന്നറിയപ്പെട്ടിരുന്നത് ചന്ദ്രഗിരി പുഴയാണ്. തലയാറ് എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പാമ്പാറ്. നദീതീര പട്ടണങ്ങൾ മലയാറ്റൂർ, ആലുവ, കാലടി, പെരിയാറ്. പട്ടാമ്പി, പൊന്നാനി, കുറ്റിപ്പുറം, ചെറുതുരുത്തി, തിരുനാവായ, ഭാരതപ്പുഴ. കുട്ടനാട്, റാന്നി, കോഴഞ്ചേരി, തിരുവല്ല, ചെങ്ങന്നൂർ, അമ്പലപ്പുഴ, പമ്പ. അരുവിപ്പുറം, നെയ്യാറ്. കാസർഗോഡ് ചന്ദ്രഗിരി പുഴ. ഫറോക്ക്, ബേപ്പൂര്, നിലമ്പൂര്,
മാവൂര്, എടവണ്ണ, അരീക്കോട്, ചാലിയാറ്, പാല, കോട്ടയം, ഏറ്റുമാനൂര്, മീനച്ചിലാറ്, ഇരിട്ടി, ശ്രീകണ്ഠപുരം, ഇരിക്കൂർ, പറശ്ശിനിക്കടവ്, വളപട്ടണം നദി, പന്തളം, അച്ചൻ കോവിലർ, പുനലൂര്, കല്ലടയാർ, തളിപ്പറമ്പ്, കുപ്പം നദി. കേരളത്തിലെ ആദ്യ മൾട്ടി ഡിസിപ്ലിനറി ഉത്ഖനന പ്രദേശമായ പട്ടണം എറണാകുളം. സ്ഥലം നിലനിന്നിരുന്ന നദീതീരം പെരിയാറാണ്. ഇനി അടുത്തതായിട്ട് നൈലും ആമസോണും എന്നുള്ളൊരു ഭാഗമാണ് നോക്കാം. ആമസോൺ തെക്കേ അമേരിക്കയിലൂടെ ഒഴുകുന്ന നദിയാണ് ആമസോൺ നദി. ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന നദിയാണ്. തെക്കേ അമേരിക്കയിലൂടെ വടക്കു ഭാഗത്ത് ആമസോൺ നദീതടത്തിലുള്ള നിബിഡ വനങ്ങളിലെ സസ്യജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളവയാണ്. നൈൽ നദി ആഫ്രിക്കയുടെ വടക്കു ഭാഗത്ത് കൂടി ഒഴുകുന്ന നദിയാണ് നൈൽ നദി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഏകദേശം 6850 കിലോമീറ്റർ നീളമുള്ള ഈ നദിയെ അന്താരാഷ്ട്ര നദി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഈ നദി ആഫ്രിക്ക വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു. ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളിലൂടെ ജീവനാഡിയായി നൈൽ നദിയെ വിശേഷിപ്പിക്കാറുണ്ട്. നദിയുടെ പ്രവർത്തനങ്ങൾ. ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനമെന്നും അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയങ്ങളിലോ പതിക്കുന്ന ഇടത്തെ നദീമുഖമെന്നും വിളിക്കുന്നു. അപ്പം നദി പ്രഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ ഉത്ഭവിക്കുന്ന പ്രദേശമാണെങ്കിൽ നദീമുഖം എന്ന് പറയുന്നത് അത് പതിക്കുന്ന പ്രദേശമാണ്. നിക്ഷേപണ ഉപരിഘട്ടം നോക്കാം. നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്നും കുത്തനെയുള്ള ചെരുവിലൂടെ അതിവേഗം ഒഴുകുന്ന ഭാഗം ഉപരിഘട്ടമാണ്. അപരദന പ്രക്രിയയുടെ തീവ്രത കൂടുതലായിട്ട് കാണപ്പെടുന്ന ഘട്ടമാണ്. നദിയുടെ ഉത്ഭവ പ്രദേശത്തെ പ്രഭവസ്ഥാനത്തിൽ നിന്നും കുത്തനെയുള്ള ചെരുവിലൂടെ നദി ഒഴുകുന്നു. നിക്ഷേപണ പ്രവർത്തനങ്ങളില്ല. താഴ്വരകൾ, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു. ഇനി മധ്യഘട്ടമാണ്. ചെരിവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്ന ഭാഗമാണ് മധ്യഘട്ടം. ഈ ഘട്ടത്തിൽ നദിയുടെ വേഗം കുറയുന്നതിനാൽ അപരദന തീവ്രത കുറഞ്ഞ് നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നു. അടിവാരത്തു കൂടി ഒഴുകുന്നു. മിയാൻഡറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു. അടുത്തത് കീഴ്ഘട്ടമാണ്. കീഴ്ഘട്ടത്തിലെ സമതല ഭാഗത്തു കൂടിയുള്ള നദിയുടെ ഒഴുക്കാണ് കീഴ്ഘട്ടം. അവസാദങ്ങൾ നദിയിൽ കൂടുതലായി കാണുന്നതിനാലും ഒഴുക്കിന്റെ വേഗം കുറവായതിനാലും ഈ ഘട്ടത്തിൽ നിക്ഷേപണ പ്രവർത്തനം കൂടുതലാണ്. നദീജന്യ ഭൂരൂപങ്ങൾ. നദിയുടെ അപരദന നിക്ഷേപണ ഫലമായുണ്ടാകുന്ന ഭൂരൂപങ്ങൾ നദീജന്യ ഭൂരൂപങ്ങൾ എന്ന് വിളിക്കുന്നു. വീരൂപ താഴ്വരകൾ. ഒഴുക്കിന്റെ വേഗം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് ശക്തമാകുന്ന അപരദന പ്രക്രിയയുടെ ഫലമായി നദിയിൽ ആഴം വർദ്ധിക്കുന്നു. നദിയുടെ അടിത്തട്ടിൽ അപരദനം തീവ്രമാകുന്നതോടെ താഴ്വരയുടെ പ്രത്യേക രൂപം കൈവരുന്നു. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന താഴ്വരകൾ വീരൂപ താഴ്വരകൾ എന്നറിയപ്പെടുന്നു. വെള്ളച്ചാട്ടങ്ങൾ. കഠിനവും മൃദവുമായ ശിലകൾ ഇടകലർന്നു കാണപ്പെടുന്ന താഴ്വരകളിൽ മൃദുശിലകൾ കൂടുതൽ അപരദന വിധേയമാകുന്നു. ഇത് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. മിയാൻഡറുകൾ. താരതമ്യേന ചെരിവ് കുറഞ്ഞ പ്രദേശത്തു കൂടി പോകുന്ന നദിയിലൂടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നു. നദീമാർഗങ്ങളിൽ കാണപ്പെടുന്ന ഇത്തരം വളവുകളെ വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ എന്ന് അറിയപ്പെടുന്നു. വലിയ നദികളും മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും മിയാൻഡറുകൾ രൂപം കൊള്ളാറുണ്ട്. ഓക്സ്ബോ തടാകങ്ങൾ. തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ വലയങ്ങൾ കൂടുതൽ വളയുകയും തുടർന്ന് നദി നേർഗതി സ്വീകരിക്കുകയും ചെയ്യുന്നു. വളഞ്ഞൊഴുകിയ ഭാഗം നിക്ഷേപണത്തിലൂടെ നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപപ്പെടുന്നു. നദിയിൽ നിന്നും വേർപെട്ട് കാണുന്ന ഇത്തരം തടാകങ്ങളെ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് വിളിക്കുന്നു. പ്രളയ സമതലങ്ങൾ. മഴക്കാലത്ത് നദികൾ കരകവിഞ്ഞൊഴുകുകയും പ്രളയബാധിതമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രളയബാധിതമാകുന്ന ഇരുകരകളിലും എക്കൽ നിക്ഷേപിച്ച് സമതലങ്ങൾ രൂപം കൊള്ളുന്നു. ഇത്തരം സമതലങ്ങളെ പ്രളയ സമതലങ്ങൾ എന്ന് വിളിക്കുന്നു. ഡെൽറ്റകൾ. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ത്രികോണ സമാനമായിട്ടുള്ള ആകൃതിയിലുള്ള ഭൂരൂപമാണ് ഡെൽറ്റ. ഗ്രീക്ക് അക്ഷരമാലയിലെ ത്രികോണാകൃതി ഡെൽറ്റ എന്ന അക്ഷരത്തോടാണ് സാമ്യമുള്ള ഭൂരൂപമായതിനാലാണ് ഇതിനെ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. പോഷക നദിയും കൈവഴിയും. ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികളെയും നീർച്ചാലുകളെയും പോഷക നദികൾ എന്ന് വിളിക്കുന്നു. നദീമുഖത്തോട് അടുക്കുമ്പോൾ വൻതോതിലുള്ള അവസാദ നിക്ഷേപണം, ചെരുവുകളിൽ അഭാവം എന്നിവയുടെ ഫലമായ നദികൾ പലതായി വേർപിരിഞ്ഞു പോകാറുണ്ട്. ഇവയെ കൈവഴികൾ എന്ന് വിളിക്കുന്നു. നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ജലത്തിന്റെ അളവ്, ശിലാഘടന, പ്രദേശത്തിന്റെ ചെരിവ്, അവസാദങ്ങളുടെ അളവ്. ഇനി SCERT ക്വസ്റ്റ്യൻ പൂളാണ്. ഇന്ത്യയിലെ ചില ഉപദ്വീപീയ നദികളും അവയുടെ പോഷക നദികളും ഉൾപ്പെട്ടതാണ്. അവിടെ കൊടുത്തിട്ടുള്ള ജോഡികൾ ഇവയിൽ തെറ്റായത് ഏതാണെന്നാണ്. അപ്പം അതിൽ നർമ്മദ, ഇബ്ബാണ് തെറ്റായിട്ടുള്ളത്. ഇപ്പോൾ ഗോദാവരി, ഇന്ദ്രാവതി, കൃഷ്ണ, തുംഗഭദ്ര, കാവേരി, അമരാവതിയാണ്. നർമ്മദ അവിടെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് ആൻസർ നോക്കാട്ടോ. മഹാനദി, ടെല്ല്, മൈക്കല നിരകൾ, ഗോദാവരി, ശബരി, നാസിക്, കൃഷ്ണ, ഭീമ, മഹാബലേശ്വർ കുന്നുകൾ, കാവേരി, കബനി, ബ്രഹ്മഗിരി നിര. ഇനി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്നാണ്. അത് ഗോദാവരിയാണ്.
നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകങ്ങളുടെ പേരെഴുതുക. ജലത്തിന്റെ അളവ്, ശിലാഘടന, പ്രദേശത്തിന്റെ ചെരിവ്, അവസാദങ്ങളുടെ അളവ്. ഒരു നദിയുടെ പ്രഭവസ്ഥാനം, നദീമുഖം എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്ത്? പ്രഭവസ്ഥാനം ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശം, നദീമുഖം ഒരു നദി കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടം. അപ്പോൾ ഇത്രയുമാണ് ജോഗ്രഫിയിൽ ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ലാസ്റ്റത്തെ ടോപ്പിക്കാണ് കേട്ടോ അത്. നോക്കാം. കൊളോണിയൽ ഭരണകാലത്തെ വിദ്യാഭ്യാസം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം മുഹമ്മദൻ കോളേജ് ഓഫ് കൽക്കത്ത മദ്രസയാണ്. പൗരസ്ത്യ പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ കൽക്കത്തയിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് സർ വില്യം ജോൺസ് ആണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കനാണ്. 1791 ജോനാഥൻ ഡങ്കൻ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിനായി ബ്രിട്ടീഷുകാർ നടത്തിയ ആദ്യ ചുവടുവയ്പ് അറിയപ്പെടുന്നത് ചാർട്ടർ ആക്ട് 1813, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1813 എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. 1825 കൽക്കത്തയിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച കോളേജാണ് വേദാന്ത കോളേജ്. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണത്തിന് കാരണമായ നിർദ്ദേശങ്ങൾ മെക്കാളെ മിനിറ്റ്സ് ആണ്. 1835 ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ടാണ് മെക്കാളെ മിനിറ്റ്സ്. അരിച്ചിറക്കൽ സിദ്ധാന്തം അവതരിപ്പിച്ചത് മെക്കാളെ പ്രഭുവാണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിശക്തിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടെ വാക്കുകളാണ്? മെക്കാളെ പ്രഭുവിൻ്റെതാണ്. ഇനി അടുത്തതായിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. 1835 മെക്കാളയുടെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രേഖയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താത്തത് ഏത് എന്നാണ്. അതിൽ ബി ഓപ്ഷൻ മാത്രമാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ നോക്കാം. ഇന്ത്യൻ നാട്ടുഭാഷകളെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പദങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കുക. ഓരോ പ്രദേശത്തെയും പഠനമാധ്യമം അവരുടെ മാതൃഭാഷയിലായിരിക്കുക. അല്ലേ? ഇതല്ല. ഇനി അടുത്തത്, ഇന്ത്യക്കാരുടെ ഇടയിൽ യൂറോപ്യൻ സാഹിത്യവും ശാസ്ത്രവും പ്രചരിപ്പിക്കണം. ഇന്ത്യയിലെയും അറേബ്യയുടെയും സകല സാഹിത്യത്തെക്കാളും വിലമതിക്കപ്പെട്ടതാണ് ഒരു അലമാരയിൽ ഒതുങ്ങുന്ന യൂറോപ്യൻ സാഹിത്യം. അപ്പം ഇനി നോക്കാം. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷ ഇറക്കിയ വർഷം 1835. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക് ആണ്. ഇന്ത്യയിൽ കോടതി ഭാഷ പേർഷ്യനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റിയ ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. 1854 വുഡ്സ് ഡെസ്പാച്ച് നടപ്പിലാക്കിയ സമയത്തെ ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. 1857 കൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിലെ പുതിയ സർവകലാശാലകൾ സ്ഥാപിക്കാൻ കാരണമായ വിദ്യാഭ്യാസ നയം വുഡ്സ് ഡെസ്പാച്ച് ആണ്. 1877 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. 1920 മുതൽ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി അറിയപ്പെടാൻ തുടങ്ങി. അലിഗഡ് സർവകലാശാലയുടെ ലക്ഷ്യം ബ്രിട്ടീഷ് ഭരണകാലത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഉയർത്തിക്കൊണ്ടുവരിക. വിദ്യാഭ്യാസ കമ്മീഷനുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഹണ്ടർ കമ്മീഷനാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഹണ്ടർ കമ്മീഷനാണ്. 1882 ചെയർമാൻ വില്യം വിൽസൺ ഹണ്ടർ ആണ്. ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശീയ സമിതികൾക്ക് വിട്ടുകൊടുക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ അംഗസംഖ്യ 21. ഹണ്ടർ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ: പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അതിന്റെ ഉദ്ദേശം സാമാന്യ ജനത്തിന് വിദ്യാഭ്യാസം നൽകുന്നതായിരിക്കണം. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ചവിട്ടുപടിയായല്ല പ്രാഥമിക വിദ്യാഭ്യാസത്തെ കാണേണ്ടത്. പ്രാഥമിക ഘട്ടത്തിൽ അധ്യയന മാധ്യമം പ്രാദേശിക ഭാഷകൾ തന്നെയായിരിക്കണം. പിന്നോക്ക സമുദായങ്ങളിലെയും ഗോത്രവർഗങ്ങളിലെയും വിദ്യാഭ്യാസം വ്യാപിക്കുക വേണ്ടത്ര ധനം നീക്കിവെക്കണം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പാഠ്യപദ്ധതി ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒന്നുതന്നെയായിരിക്കണം. പ്രാഥമിക വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രത്യേക ഫണ്ട് ഏർപ്പെടുത്തണം. അവയുടെ ഗവൺമെന്റ് ധനസഹായം നൽകണം. എല്ലാ പ്രൈമറി അധ്യാപകരും അധ്യാപക പരിശീലനം സിദ്ധിച്ചവരായിരിക്കണം. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി പള്ളിക്കൂടങ്ങൾക്ക് വേണ്ടത്ര ധനസഹായം നൽകേണ്ടതാണ്. റാലെ കമ്മീഷൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് റാലെ കമ്മീഷൻ. 1902 ഇന്ത്യൻ സർവകലാശാല നിയമം 1904 നിലവിൽ വരാൻ കാരണമായിട്ടുള്ള കമ്മീഷൻ റാലെ കമ്മീഷനാണ്. റാലെ കമ്മീഷൻ വന്നിട്ടുള്ളത് 1902 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ റാലെ കമ്മീഷനാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവും ആക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് സാർജന്റ് കമ്മീഷൻ. 7 മുതൽ 14 വയസ്സ് വരെയുള്ള 7 വർഷക്കാലം ദേശീയ അടിസ്ഥാനത്തിൽ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് ശുപാർശ ചെയ്തത് സാക്കിർ ഹുസൈൻ കമ്മിറ്റിയാണ്. 1937
ഇന്റർമീഡിയറ്റ് കോഴ്സ് പൂർത്തിയാക്കി BA കോഴ്സ് 3 വർഷം ആക്കിയ കമ്മീഷനാണ് റാലെ കമ്മീഷൻ 1902. റാലെ കമ്മീഷൻ നിയമിച്ചത് കൾസൺ പ്രഭുവാണ്. സാട്ട്ലർ കമ്മീഷൻ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെട്ടത് സാട്ട്ലർ കമ്മീഷനാണ് 1917. മുസ്ലിം പെൺകുട്ടികൾക്ക് പർദ സ്കൂളുകൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്ത സാട്ട്ലർ കമ്മീഷനാണ്. സക്കീർ ഹുസൈൻ കമ്മിറ്റി ബോധന മാധ്യമം മാതൃഭാഷയിലായിരിക്കണം എന്ന് നിഷ്കർഷിച്ച കമ്മിറ്റിയാണ് സക്കീർ ഹുസൈൻ കമ്മിറ്റി. അടുത്തതായിട്ട് ഹർട്ടോങ് കമ്മിറ്റിയാണ്. 1929 ഡാക്ക യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായിരുന്ന സർ ഫിലിപ്പ് ഹർട്ടോങ് ചെയർമാനായി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഹർട്ടോങ് കമ്മിറ്റി. ഹർട്ടോങ് കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകൾ പ്രായോഗിക ജീവിതത്തിന് വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ മിഡിൽ സ്കൂൾ തലത്തിൽ തുടങ്ങേണ്ടതാണ്. വിദ്യാഭ്യാസ രംഗത്തെ അപവ്യയം, ഗതിരോധം മൂലമുണ്ടാകുന്ന നഷ്ടം, വിദ്യാഭ്യാസ കാര്യത്തിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അന്തരം എന്നിവ ദൂരീകരിച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കണം. സ്ത്രീ വിദ്യാഭ്യാസത്തിനും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ മേഖലകളിലെ വിവിധ തലങ്ങളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ശുപാർശ ചെയ്തു. അധ്യാപക രംഗത്തേക്ക് സമർത്ഥരായവരെ ആകർഷിക്കുവാൻ പരിശീലനം, വേതനം, സേവന വ്യവസ്ഥകൾ എന്നിവ മെച്ചപ്പെടുത്തുവാൻ ശുപാർശ ചെയ്തു. പ്രാഥമിക വിദ്യാഭ്യാസം 4 വർഷമാക്കുക. പ്രാദേശിക സൗകര്യങ്ങൾക്കും കാലാവസ്ഥയ്ക്കും അനുസൃതമായി സ്കൂൾ സമയവും ഒഴിവുകാലവും നിർണ്ണയിക്കുക. പാഠ്യപദ്ധതിയിലെ ഗ്രാമീണ ജീവിതവുമായി ബന്ധിപ്പിക്കുക തുടങ്ങിയ ശുപാർശകളും നൽകി. സാർജന്റ് റിപ്പോർട്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയങ്ങൾ എന്തായിരിക്കണമെന്നതിനെപ്പറ്റി വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിരുന്ന സർ ജോൺ സാർജന്റ് 1944 സമർപ്പിച്ച റിപ്പോർട്ടാണ് സാർജന്റ് റിപ്പോർട്ട്. സാർജന്റ് റിപ്പോർട്ടിന്റെ പ്രധാന ശുപാർശകൾ: ആളോഹരി 11 രൂപയെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യയിൽ ചെലവിടണം. ഇത് ബ്രിട്ടനിൽ 33 രൂപയാണ്. വിദ്യാഭ്യാസ സൗജന്യവും നിർബന്ധിതവുമാക്കണം. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സൗകര്യം പ്രൈമറി വിദ്യാലയങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തണം. സെക്കൻഡറി ഘട്ടത്തിൽ ശരാശരി കഴിവിൽ മികച്ചു നിൽക്കുന്നവർക്ക് മാത്രം പ്രവേശനം നൽകണം. സാങ്കേതിക അക്കാദമികമായിട്ടുള്ള കോഴ്സുകൾ നടപ്പിലാക്കണം. അധ്യയന മാധ്യമം മാതൃഭാഷയിലായിരിക്കണം. എന്നാൽ ഒരു ഭാഷയെന്ന നിലയിൽ ഇംഗ്ലീഷ് പഠിക്കണം. പാവപ്പെട്ടവർക്ക് സ്കോളർഷിപ്പ് നൽകുക. എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം. ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്നവരെ പ്രത്യേക പഠന സൗകര്യം ഉറപ്പാക്കുക. പ്രൈമറി മിഡിൽ ഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിൽ ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശുപാർശ ചെയ്തു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ ഒരു വിദ്യാഭ്യാസ കാര്യ മന്ത്രാലയം സ്ഥാപിതമായി. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, ആൾ ഇന്ത്യ കൗൺസിലർ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ജനറൽ ബ്യൂറോ ഓഫ് എഡ്യൂക്കേഷൻ എന്നീ സ്ഥാപനങ്ങളും രൂപീകരിക്കപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകൾ: രാധാകൃഷ്ണൻ കമ്മീഷൻ 1948-49, കോത്താരി കമ്മീഷൻ 1964-66, ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി 1998, മുതലിയാർ കമ്മീഷൻ 1952-53, രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി 1990, യശ്പാൽ കമ്മിറ്റി 1992-93, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനാണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1949 ഓഗസ്റ്റ്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ശാന്തിനികേതൻ, ജാമിയ മിലിയ സർവകലാശാലകളെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ: തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. സ്ത്രീകൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. മുതലിയാർ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതിഗതികൾ പഠിച്ച് ആവശ്യമായ പരിഷ്കരണങ്ങൾ നടത്തുവാനും സെക്കൻഡറി വിദ്യാഭ്യാസം പുനരുജ്ജീവിപ്പിക്കാനുമായി ഇന്ത്യ ഗവൺമെന്റ് 1952 നിയമിച്ച കമ്മീഷനാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ എ ലക്ഷ്മണ സ്വാമി മുതലിയാറാണ്. കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുവാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. അധ്യാപക പരിശീലനത്തിന്റെ സമിതി സ്ഥാപിക്കുവാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ മുതലിയാർ കമ്മീഷനാണ്. മുതലിയാർ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ: 4/5+3+4+3 എന്ന ക്രമത്തിൽ വിദ്യാഭ്യാസ ഘട്ടങ്ങൾ നിശ്ചയിച്ചു. യഥാക്രമം പ്രൈമറി, ജൂനിയർ ബേസിക്, ഹയർ എലിമെന്ററി, സീനിയർ ബേസിക്, ഹയർ സെക്കൻഡറി, ബിരുദം. ഹയർ സെക്കൻഡറി കോഴ്സ് പൂർത്തിയാക്കിയവരും 1 വർഷത്തെ യൂണിവേഴ്സിറ്റി കോഴ്സ് പൂർത്തിയാക്കിയവരും മെഡിക്കൽ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാൻ അർഹരായിരിക്കും. 200 പ്രവൃത്തി ദിവസം ഉറപ്പാക്കണം. ആഴ്ചയിൽ 6 ദിവസത്തെ പഠന ദിവസം. കാലാവസ്ഥ, പ്രാദേശിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ഇണങ്ങും വിധം പഠന സമയം ക്രമീകരിക്കുവാൻ വിദ്യാലയങ്ങൾക്ക് സൗകര്യം നൽകണം. ഗ്രാമപ്രദേശങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കണം. സർക്കാർ പ്രഖ്യാപിക്കുന്ന പൊതു അവധിക്കും 2 മാസത്തെ മധ്യവേനൽ അവധിക്കും പുറമെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന 2 ഒഴിവുകാലം കൂടി ഉണ്ടായിരിക്കണം.
സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ബോർഡ് രൂപീകരിക്കുക. 1:30 എന്ന അനുപാതത്തിൽ 1:30 എന്ന അനുപാതത്തിൽ ക്ലാസുകൾ നിർണ്ണയിക്കുക. ഒരു സ്കൂളിൽ പരമാവധി 500-750 കുട്ടികളെ പാടുള്ളൂ. അധ്യാപകർക്കുള്ള പെൻഷൻ പ്രായം 60 ആക്കണം. ഹെഡ്മാസ്റ്റർ ആയി മികവുള്ള ആളുകളെ ലഭിക്കാൻ വേതനം വർദ്ധിപ്പിക്കണം. സ്കൂൾ ഇൻസ്പെക്ഷനിൽ അക്കാദമിക കാര്യങ്ങൾ മുന്തിയ പരിഗണന നൽകണം. കോത്താരി കമ്മീഷൻ. ഇന്ത്യ ഗവൺമെന്റ് 1964 നിയോഗിച്ച ഇന്ത്യൻ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ DS കോത്താരിയാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ അംഗസംഖ്യ 17. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1966 ജൂൺ 29. കോത്താരി കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന് നൽകിയ പേര് വിദ്യാഭ്യാസവും ദേശീയ വികസനവും. കോത്താരി കമ്മീഷൻ നിർദ്ദേശിച്ച ബൃഹത്തായ 3 പദ്ധതികളാണ്: വിദ്യാഭ്യാസത്തിന്റെ ആന്തരിക പുനഃസംഘടന, വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വികസനം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് DS കോത്താരി. 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ കോത്താരി കമ്മീഷനാണ്. ഇന്ന് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിലുള്ള നീക്കുപോക്കില്ലാത്ത സ്വഭാവത്തിന് മാറ്റം വരുത്തുക എന്നതാണ്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഒരു കാര്യം തീർച്ച: ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്നിന്റെ ആവശ്യം നിറവേറ്റുമെങ്കിലും നാളത്തെ വിദ്യാഭ്യാസത്തിന് അത് അത്രയും പറ്റുകയില്ല. DS കോത്താരി. പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ശുപാർശകൾ. 7-8 വർഷം നീണ്ടു നിൽക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പ്രവേശന പ്രായം 6 വയസ്സിൽ കുറയരുത്. പ്രൈമറി ഘട്ടത്തിൽ പാഠ്യപദ്ധതി ലളിതമായിരിക്കണം. ഈ ഘട്ടത്തിൽ ഭാഷ, ഗണിതം എന്നിവ ഊന്നൽ നൽകിയാൽ മതി. അപ്പർ പ്രൈമറി ഘട്ടത്തിൽ പാഠ്യ പദ്ധതി ഗഹനവും വിശാലവുമായിരിക്കണം. 1975-76 ആകുമ്പോഴേക്കും 11 വയസ്സ് പ്രായമായ എല്ലാ കുട്ടികൾക്കും 5 വർഷത്തെ മെച്ചപ്പെട്ടതും കാര്യക്ഷമവുമായ വിദ്യാഭ്യാസം 1985-86 ആകുമ്പോഴേക്കും 7 വർഷത്തെ വിദ്യാഭ്യാസവും ലഭിച്ചിരിക്കണം. അപവ്യയവും ഗതിരോധവും കഴിയുന്നത്ര കുറച്ചു കൊണ്ടുവരിക. തൊഴിൽ പരിശീലനത്തിന് അവസരം ഒരുക്കണം. പ്രാഥമിക വിദ്യാലയങ്ങൾ 1.5 കിലോമീറ്റർ ചുറ്റളവിലും 2-5 കിലോമീറ്റർ ചുറ്റളവിൽ അപ്പർ പ്രൈമറി വിദ്യാലയവും ഉറപ്പാക്കുക. പുതിയ പ്രവേശനത്തിന് കാലെ കൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന സമ്പ്രദായം ആവിഷ്കരിക്കുക. ക്ലാസ് കയറ്റം LP UP 80-100% ഉയർത്തുക. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് കോത്താരി കമ്മീഷൻ. മറ്റു പ്രധാന വിദ്യാഭ്യാസ കമ്മിറ്റികൾ. 1996 ദേശീയ വിദ്യാഭ്യാസ നയ പുനഃപരിശോധിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നൽകാനുമായി രൂപീകരിച്ച കമ്മിറ്റിയാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. 1990 രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി അധ്യക്ഷൻ ആചാര്യ രാമമൂർത്തി. യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് വിശേഷിപ്പിക്കപ്പെട്ടത് ഭാരമാകാത്ത പഠനമാണ്. ലേണിംഗ് വിത്തൗട്ട് ബർഡൻ. സ്കൂൾ ബാഗിന്റെ ഭാരം കുട്ടിയുടെ നടുവളയ്ക്കുക മാത്രമല്ല, ചെറുപ്പം മുതലുള്ള പഠനഭാരം ദുസ്സഹമായി മാറ്റുക കൂടി ചെയ്യുന്നു. ഹോംവർക്കുകളും ട്യൂഷനും പരീക്ഷകളും കാരണം കുട്ടികൾക്ക് പോലും കളിക്കാൻ പോലും സമയം ലഭിക്കുന്നില്ല. പഠനം അങ്ങേയറ്റം സന്തോഷരഹിതമായ പ്രക്രിയയായി മാറുന്നു. രാജ്യസഭയിലെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രസംഗത്തിൽ നിന്നും R.K. നാരായണൻ പറഞ്ഞിട്ടുള്ളതാണത്. യശ്പാൽ കമ്മിറ്റി. യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1993 ജൂലൈ 15. യശ്പാൽ കമ്മിറ്റിയിലെ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശകൾ: പ്രൈമറി ക്ലാസുകളിൽ പഠനമാധ്യമം മാതൃഭാഷയിലായിരിക്കണം. പ്രൈമറി ക്ലാസുകളിൽ ഗൃഹപാഠം നൽകേണ്ടതില്ല. അപ്പർ പ്രൈമറി ക്ലാസുകളിലെ ഗൃഹപാഠം നിർബന്ധമാക്കണമെങ്കിൽ അവ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടതാകരുത്. അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:40 നിന്നും 1:30 ആക്കണം. പഠനത്തിൽ ഇലക്ട്രോണിക് മാധ്യമത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തണം. അധ്യാപക പരിശീലനങ്ങൾ കാര്യക്ഷമമാക്കണം. സെക്കൻഡറി, പ്രൈമറി, നഴ്സറി അധ്യാപക പരിശീലനത്തിന് വേണ്ടിയുള്ള PED പ്രോഗ്രാം ആരംഭിക്കുക. CBSE പാഠ്യപദ്ധതി കേന്ദ്ര വിദ്യാലയങ്ങൾ നവോദയ വിദ്യാലയങ്ങളുമായി പരിമിതപ്പെടുത്തണം. സ്കൂൾ തുടങ്ങുന്നതിന് അംഗീകാരം നൽകുന്ന നിയമം കർശനമാക്കുകയും പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരേ നിയമം നിഷ്കർഷിക്കുകയും വേണം. സംസ്കൃത ഭാഷയുടെ ഉന്നമനത്തിനായിട്ട് ബന്ധപ്പെട്ട് 2015 കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ N. ഗോപാലസ്വാമി. പുത്തൻ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിക്കപ്പെടുന്നതിനായി 2015 കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവനാണ് TSR സുബ്രഹ്മണ്യൻ. ആധ്യാത്മിക നിയമനത്തിന്റെ ടീച്ചർ എൻട്രൻസ് ടെസ്റ്റ് നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി. TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി. TET എന്ന് പറയുന്ന ടീച്ചർ എൻട്രൻസ് ടെസ്റ്റ് ആണ്.
അത് CSR സുബ്രഹ്മണ്യൻ കമ്മിറ്റിയാണ്. ഒറ്റ നോട്ടത്തിൽ മെക്കാളെ മിനിറ്റ്സ് 1835, വുഡ്സ് ഡെസ്പാച്ച് 1854, ഹണ്ടർ കമ്മീഷൻ 1882, റാലെ കമ്മീഷൻ 1902, സാഡ്ലർ കമ്മീഷൻ 1917, ഹർട്ടോങ് കമ്മീഷൻ 1929, സക്കീർ ഹുസൈൻ കമ്മിറ്റി 1937, ആംബർട്ട് വുഡ് കമ്മിറ്റി 1937, വാർത്ത കമ്മിറ്റി 1937, സാർജന്റ് കമ്മീഷൻ 1944, രാധാകൃഷ്ണൻ കമ്മീഷൻ 1948, മുതലിയാർ കമ്മീഷൻ 52-53, സമ്പൂർണ്ണാനന്ദ കമ്മിറ്റി 1961, കോത്താരി കമ്മീഷൻ 1964-66, ദേശീയ വിദ്യാഭ്യാസ നയം 1968, ദേശീയ വിദ്യാഭ്യാസ നയം 1986, ഈശ്വർ ഭായ് പാട്ടീൽ കമ്മിറ്റി 1977-78, ആചാര്യ രാമമൂർത്തി റിവ്യൂ കമ്മീഷൻ 1990, ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി 1991-92, യശ്പാൽ കമ്മീഷൻ 1992-93, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2005, വിദ്യാഭ്യാസ അവകാശ നിയമം 2009, NCFTE 2009, ഡോക്ടർ K കസ്തൂരി രംഗൻ കമ്മിറ്റി 2020. വിദ്യാഭ്യാസ നയം 1968 ദേശീയ വിദ്യാഭ്യാസ നയം കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിലെ ശുപാർശകളെ അടിസ്ഥാനമാക്കി 1968 ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ച നയമാണ് 1968 ദേശീയ വിദ്യാഭ്യാസ നയം. 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകത ഗ്രാമങ്ങളിലെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്താൻ സാധിച്ചു. രാജ്യത്താകമാനം 10+2+3 എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ച നയം 1968 ദേശീയ വിദ്യാഭ്യാസ നയം ആണ്. 1968 ദേശീയ വിദ്യാഭ്യാസ നയം ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, വയോജന വിദ്യാഭ്യാസം, പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും, ശാസ്ത്രപഠനത്തിന്റെ വികസനം. നമ്മുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് പിന്നോക്കം നിൽക്കുന്നവരും അധസ്ഥിരരുമായ സമൂഹങ്ങളിലെ വ്യക്തികളെയും അവരുടെ ദയനീയ സ്ഥിതിയിൽ നിന്നും കരകയറ്റുവാനുള്ള ഒരു പിടിവള്ളിയുമായി വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കാനുതകും വിധം അവസര സമത്വം ലഭ്യമാക്കുകയാണ് 1966 വിദ്യാഭ്യാസ കമ്മീഷൻ. സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം, ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, വയോജന വിദ്യാഭ്യാസം, പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും, ശാസ്ത്രപഠനത്തിന്റെ വികസനം, സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം, അധ്യാപകരുടെ ഉന്നമനം, കായിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, ത്രിഭാഷാ പാഠ്യപദ്ധതിയുടെ വ്യാപനം എന്നിവ മുൻഗണനയ്ക്ക് നൽകിയ വിദ്യാഭ്യാസ നയമാണ് 1968 ദേശീയ വിദ്യാഭ്യാസ നയം. അവസര സമത്വം എന്ന ലക്ഷ്യം ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ: 4ാം പഞ്ചവത്സര പദ്ധതിക്ക് മുമ്പ് തന്നെ പ്രാഥമിക ഘട്ടത്തിൽ ഫീസ് സമ്പ്രദായം ഒഴിവാക്കുക, പ്രാഥമിക തലത്തിൽ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും സൗജന്യമായി നൽകുക, പഠനത്തിൽ താൽപര്യവും ശേഷിയുമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, സ്കോളർഷിപ്പ് നൽകുക, പിന്നോക്ക സമുദായം, SC ST, വികലാംഗർ എന്നിവരുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പ്രോത്സാഹനം നൽകുക. 1986 ദേശീയ വിദ്യാഭ്യാസ നയം ബിരുദ പൂർവ്വ കോഴ്സുകൾ പുനഃക്രമീകരിക്കുകയും ബിരുദാനന്തര പഠനത്തിനും ഗവേഷണത്തിനും സൗകര്യമൊരുക്കുകയും ചെയ്ത വിദ്യാഭ്യാസ നയമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം. കേന്ദ്ര ഗവൺമെന്റ് 1985 ആഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ് എന്ന രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെ തുടർച്ചയായിട്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം 1986. 10+2+3 എന്ന വിദ്യാഭ്യാസ ഘടന രാജ്യമൊട്ടാകെ പൊതുവായിട്ട് അംഗീകരിച്ച വിദ്യാഭ്യാസ നയം 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ആദ്യത്തെ 10 വർഷത്തെ 5+3+2 എന്ന തരം തിരിക്കാൻ നിർദ്ദേശിച്ച വിദ്യാഭ്യാസ നയമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യമായി ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് 1986. 8 വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ 5 വർഷം ലോവർ പ്രൈമറിയും 3 വർഷം അപ്പർ പ്രൈമറിയും അതിനുശേഷം 2 വർഷം സെക്കൻഡറി വിദ്യാഭ്യാസം, +2 കാലഘട്ടം ഇവ സ്കൂളിൽ തന്നെയായിരിക്കണം. സ്കൂൾ തല വിദ്യാഭ്യാസത്തിന് ശേഷം 3 വർഷത്തെ സർവകലാശാല വിദ്യാഭ്യാസം എന്നിവ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയമാണ് 1986 വിദ്യാഭ്യാസ നയം. അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ നയമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചത് 1978. ദേശീയ വിദ്യാഭ്യാസ നയത്തെ പിന്തുടർന്ന് 1990 സ്ഥാപിതമായത് കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട സംഘടനയാണ് ഡയറ്റ്. ജില്ലകളിലെ പ്രാഥമിക വയോജന വിദ്യാഭ്യാസ പരിപാടികൾക്ക് പിന്തുണ നൽകുന്നത് ഡയറ്റ് ആണ്. പ്രീ പ്രൈമറി കോഴ്സുകൾ കോളേജുകളിൽ നിന്നും വേർപെടുത്തി കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയം 1986 ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2005, NCF 2005, വിദ്യാഭ്യാസ അവകാശ നിയമം 2009, RTE 2005.
പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ NCERT പ്രത്യേക പ്രാധാന്യം നൽകുന്നു. കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ എന്നാണ് പരിഷ്കരണമാണ് 2005 നടന്നത്. ഇതിലേക്കായിട്ട് പ്രൊഫസർ യശ്പാലിൻ്റെ നേതൃത്വത്തിൽ NCERT ഒരു ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ചുമതല ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കായിരുന്നു. 21 ദേശീയ ഫോക്കസ് ഗ്രൂപ്പ് നൽകിയ നിർദ്ദേശങ്ങൾ ഈ കമ്മിറ്റിക്ക് സഹായകമായി ഉണ്ടായിരുന്നു. അവ പ്രധാനമായും ശ്രദ്ധിച്ച മേഖലകളായിരുന്നു പാഠ്യപദ്ധതി പരിഷ്കരണ മേഖലകൾ: ക്രമമായ പരിഷ്കരണം, ദേശീയ അഭിരുചി. NCF 2005 പ്രധാന നിർദ്ദേശങ്ങൾ: പഠിതാവിൻ്റെ വികാസം, പഠനം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അറിവ് നിർമ്മാണത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകണം. നിർമ്മാണം കണ്ടെത്താൻ അപഗ്രഥനം, വിമർശനാത്മക ശേഷി എന്നിവ വളർത്തണം. ബോധന മാധ്യമം മാതൃഭാഷയിൽ ആയിരിക്കണം. ഇന്ത്യയുടെ ബഹുഭാഷാ സ്വഭാവത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ സമ്പത്തായി ഉപയോഗിക്കുക. ഘടനാപരമായ പരിഷ്കരണങ്ങളുടെ ലക്ഷ്യം വിദ്യാഭ്യാസ ഗുണമേന്മയുള്ളതായിരിക്കണം. പാഠ്യപദ്ധതി പരിഷ്കരണത്തിലെ വ്യവസ്ഥാ സംബന്ധിയായിട്ടുള്ള ഏറ്റവും പ്രധാന നടപടി പരിഷ്കരണമാണ്. ചോദ്യങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി മൂല്യനിർണ്ണയത്തിൽ ഓർമ്മശക്തിയേക്കാൾ പ്രാധാന്യം സർഗാത്മകതയ്ക്കും യുക്തിചിന്തയ്ക്കും നൽകണം. വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ നവീകരണത്തിന് സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കണം. പാഠ്യപദ്ധതി രൂപീകരണത്തിൽ NCF 2005 നിർദ്ദേശിക്കുന്ന 5 നിയമ തത്വങ്ങളാണ്: അറിവിനെ സ്കൂളിന് പുറത്തുള്ള ജീവിതവുമായി ബന്ധപ്പെടുത്തുക, കാണാപ്പാഠം പഠിക്കുന്ന രീതി ഒഴിവാക്കുക, പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് പാഠ്യ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുക, പരീക്ഷകൾ കൂടുതൽ അയവുള്ളതാക്കുകയും ക്ലാസ് മുറിയിലെ പഠനാനുഭവങ്ങളുമായി ഉദ്ഗ്രഥിക്കുകയും ചെയ്യുക, രാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രത്തിൽ പരസ്പരം താൽപ്പര്യം എടുക്കുന്നതും വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു സ്വത്വം വളർത്തിക്കൊണ്ടുവരിക. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പ്രധാന വ്യവസ്ഥകൾ: വിദ്യാഭ്യാസത്തിന്റെ സുപ്രധാന നാഴികക്കല്ലായി കണക്കാക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം 2009. സാർവത്രിക പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 60ാം വർഷത്തിൽ പാർലമെന്റ് ഇരുസഭകളിലേക്കും പാസാക്കിയ വിദ്യാഭ്യാസ ബില്ലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 RTE 2009. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം 1 മുതൽ 8ാം ക്ലാസ് വരെ വ്യവസ്ഥ ചെയ്യുന്നു. വിദ്യാലയ പ്രവേശനത്തിന് യാതൊരു വിധത്തിലുള്ള തലവരി പണവും പാടില്ല. പഠന ബോധന രീതി പ്രവർത്തനാധിഷ്ഠിതവും ശിശു കേന്ദ്രീകൃതവും പ്രക്രിയാബന്ധിതവുമായിരിക്കണം. 1 മുതൽ 5 വരെ ക്ലാസ്സുകളിലെ പഠന സമയം 1 വർഷം 800 മണിക്കൂറും 200 പ്രവൃത്തി ദിവസവും. 6 മുതൽ 8 വരെ ക്ലാസ്സിലെ പഠന സമയം എന്ന് പറയുന്നത് 1 വർഷം 1000 മണിക്കൂറാണ്. 220 പ്രവൃത്തി ദിവസവും ഉണ്ടായിരിക്കണം. ഒരാഴ്ചയിൽ അധ്യാപകന്റെ പ്രവർത്തന സമയം 45 മണിക്കൂർ ആയിരിക്കണം. ഓരോ ക്ലാസ്സിനും പഠന ബോധന ഉപകരണങ്ങളും കളിപ്പാട്ടം, സ്പോർട്സ്, ഗെയിംസ് എന്നിവയ്ക്ക് വേണ്ടി ഉപകരണങ്ങളും നൽകണം. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി നിരന്തര പരിഹാര പ്രവർത്തനങ്ങൾ, ബോധനങ്ങൾ നൽകി ധാരണകൾ ഉറപ്പിക്കണം. കുട്ടികൾ എല്ലാവിധ അവകാശങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം മുതിർന്നവരുടെ കടമയായി മാറുന്നത് അവകാശാധിഷ്ഠിത വിദ്യാഭ്യാസം. കുട്ടികളുടെ അവകാശങ്ങൾ നിർണ്ണയിക്കുകയും ലോകവ്യാപകമായി നടപ്പിലാക്കുകയും ചെയ്യുന്നത് മുൻകൈയെടുത്ത സംഘടനയാണ് യുനെസ്കോ. ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2009 അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ കാലോചിതമായ പരിഷ്കാരങ്ങൾ വേണമെന്ന് നിർദ്ദേശിച്ചത് NCFTE 2009 ആണ്. NCFTE 2009 പ്രധാന നിർദ്ദേശങ്ങൾ: എലിമെന്ററി അധ്യാപക പരിശീലനത്തിനായി 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റികളും തെരഞ്ഞെടുത്ത ഡയറ്റുകളും ആരംഭിക്കണം. അഭിരുചിയുള്ളവരെ അധ്യാപക പരിശീലനത്തിന് തെരഞ്ഞെടുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. അധ്യാപക വിദ്യാഭ്യാസത്തിനുള്ള സിലബസ്, കോഴ്സിന്റെ രൂപരേഖ എന്നിവ NCTE തയ്യാറാക്കണം. സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപക വിദ്യാഭ്യാസം പാഠ്യപദ്ധതി അവലോകനം ചെയ്യണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്: അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ എന്നിവയിലെല്ലാം വിശദമാക്കുന്ന രേഖ ഏത്? NCFTE 2009. അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്ന രേഖയാണ് NCFTE 2009. രാജ്യത്തെ അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള സ്ഥാപനമാണ് NCTE. NCTE എന്ന് പറയുന്നത് രാജ്യത്തെ അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ളതാണ് NCTE. ദേശീയ വിദ്യാഭ്യാസ നയം 2020. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് 2020 ജൂലൈ 29. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അവസാന കരട് രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ K. കസ്തൂരിരംഗൻ ദേശീയ വിദ്യാഭ്യാസ നയം 2020 മുന്നോട്ട് വെച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ മാതൃകയാണ് 5+3+3+4. ഫൗണ്ടേഷൻ സ്റ്റേജ് 3-8 വയസ്സ്, പ്രിപ്പറേറ്ററി സ്റ്റേജ് 8-11 വയസ്സ്,
മിഡിൽ സ്റ്റേജ് 11 ടു 14 വയസ്സ്, സെക്കൻഡറി സ്റ്റേജ് 14 ടു 18 വയസ്സ് എന്നിവയാണ് 4 ഘട്ടങ്ങൾ. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നിയന്ത്രിക്കുന്നതിനായിട്ട് നിലവിൽ വരുന്ന സ്ഥാപനമാണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇന്ത്യ മെഡിക്കൽ, നിയമ, വിദ്യാഭ്യാസ മേഖലകൾ ഒഴികെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നിലവിൽ വരുന്ന സ്ഥാപനമാണ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പുതിയ പേരാണ് വിദ്യാഭ്യാസ മന്ത്രാലയം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് 10+2 അടിസ്ഥാന യോഗ്യതയില്ലാത്ത നിലവിൽ പ്രീ സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് താഴെ പറയുന്ന ഏത് കോഴ്സ് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? 1 വർഷ ഡിപ്ലോമ കോഴ്സ്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. ദേശീയ വിദ്യാഭ്യാസ നയരേഖ 2020 പ്രകാരം 8 വയസ്സ് വരെയുള്ള ഫൗണ്ടേഷൻ കാലഘട്ടത്തിൽ പ്രീ സ്കൂൾ പഠനകാലം എത്ര വർഷം? 3 വർഷമാണ്. 10+2 എന്ന സ്കൂൾ ഘടനയ്ക്ക് പകരം 5+3+3+4 എന്ന ഘടനാ പരിഷ്കാരം നിർദ്ദേശിച്ചത് ദേശീയ വിദ്യാഭ്യാസ നയം 2020. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സൈക്കോളജി ബോധനശാസ്ത്രത്തിൽ പഠിക്കാനുള്ളത്. സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. നമ്മളുടെ സൈക്കോളജി ബോധനശാസ്ത്രം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 ദിവസം കൂടി ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. താങ്ക് യു ഓൾ.